ഒരു ജാസിയും ഉണ്ട്, സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല. ജാസി, ആഷി ഇത് തന്നെയാണ്. യൂട്യൂബ് തുറന്ന ഫസ്റ്റ് കാണുന്നത് ജാസി, ആഷി. ജാസി പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ ജാസി പ്രസവത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നതൊക്കെ ഒന്ന് നമ്മൾ കണ്ടതാണ്. പ്രഗ്നൻ്റ് ആണെന്ന് പല സ്ഥലങ്ങളിലും ജാസി വിളിച്ചു പറഞ്ഞു. 5 മാസമായി 7 മാസമായി എന്നൊക്കെ. ആണ്, സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി, ഞാൻ നുണ പറയുന്നല്ല, സീരിയസ്ലി. ഞാൻ വെറുതെ പറയാം, ഫേക്ക് അല്ല അത്. ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തു തന്നത്. ഞാൻ പ്രഗ്നന്റ് ആണ് കേട്ടാ, ഫേക്ക് അല്ല, പ്രഗ്നന്റ് ആണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ സാരി ഉടുത്ത് വന്നിരിക്കുന്നത്. ജാസി ഇത് ആൾമാറാട്ടം എന്ന് വേണം പറയാൻ. സ്ത്രീകളെ ആക്ഷേപിക്കും കണക്ക് കുറേ എന്തൊക്കെയോ അങ്ങോട്ട് വെച്ച് കെട്ടി വന്ന് നിന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്ന് പറയണ ഓരോ ഈ മീഡിയക്കാരെ മുന്നിലൊക്കെയാണ് ഇവൻ വന്ന് നിന്നും കൊണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് കെട്ടിയിട്ട് ഇതിൽ എനിക്ക് 5 മാസമായി 7 മാസമായെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ പറഞ്ഞുകൊണ്ട് നടക്കണം. എവളല്ല കേട്ടാ, ഇവനാണ് ഇവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ചുരിദാറിലിടാറ്. സാരി എടുത്ത് വന്നിട്ട് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വയറ് കാണത്തില്ലേ? ഞാൻ തമാശ പറയല്ലോ കേട്ടോ, നിങ്ങളിപ്പോൾ ചിരിക്കുന്നില്ലേ? നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ. നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ, നിങ്ങൾക്ക് കാണാം. ഞാൻ എന്താ ഇപ്പൊ എനിക്ക് 5. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്, യവൻ ഉടനെ പ്രസവിക്കുന്നതാണ്. വെയിറ്റ് ചെയ്യാൻ പറയുകയാണ്. അതുകൊണ്ടാണ് ചുരിദാർ ഇടാതെ സാരി ചുറ്റിക്കൊണ്ട് വന്നത്. മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്, അപ്പം 4 മാസം കൂടെ പ്രസവം നടക്കും. പുള്ളിക്കാരൻ അതിനുശേഷം സർജറിക്കായിട്ട് പോയി ഹോസ്പിറ്റലിൽ. സർജറി കഴിഞ്ഞു. എന്ത് സർജറിയാണ് കഴിഞ്ഞത്? അപ്പം ആണല്ലേ, അങ്ങനെ പൂർണ്ണ പെണ്ണിൻ്റെ രൂപമാവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി സർജറി കഴിഞ്ഞു കിടക്കുന്നതായിട്ട് ആണ് ഇനി അടുത്തത്. ഹസ്ബൻഡിൻ്റെ ഒരു മുത്തം കൊടുപ്പേ, അത് എന്നെ കാണേണ്ട രസം. പുള്ളിക്കാരന് മുത്തം കൊടുക്കണ്. സർജറി കഴിഞ്ഞ് വന്ന് കിടക്കുകയാണ്. പ്രഗ്നൻ്റായി ഗർഭിണിയായി കുട്ടിയെ എടുത്ത സർജറി അല്ല. കുട്ടിയെ എടുത്തതാണ് നേരത്തെ കണ്ടത്, സോഷ്യൽ മീഡിയയിൽ മൊത്തം നമ്മൾ കണ്ടത്. പൂർണ്ണ ഗർഭിണി ആവാറായി എന്നുള്ള രീതിക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി സർജറി കഴിഞ്ഞു. അപ്പം പുള്ളിക്കാരൻ സർജറി കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു സ്നേഹം, മുത്തം കൊടുക്കണം. നടക്കാൻ വയ്യ, സർജറി കഴിഞ്ഞതല്ലേ, നടക്കാൻ വയ്യ. അതിൽ പ്രസവിച്ചിട്ട് സ്ത്രീകൾ പ്രസവിച്ച് കഴിയണം അന്നൊക്കെ ഇറങ്ങി നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണുമല്ലോ. നടക്കാൻ വയ്യ, കാലൊക്കെ ഒരുമാതിരി വെച്ച് അങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഉരുട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, ഹസ്ബൻഡ് ഉരുട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ആഷി ഇപ്പം വേറെ ഒന്നും അല്ല സർജറി കഴിഞ്ഞത് കേട്ടോ, ബ്രസ്റ്റിൻ്റെ സർജറി ആണെന്നാണ് അറിയപ്പെടുന്നത്. സ്ത്രീയുടെ രൂപം ആവണമല്ലോ, അതിന് വേണ്ടിയിട്ട് കിടന്ന് പാടുപെടുന്നതാണ്. മറ്റത് സ്ത്രീയുടെ രൂപം ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരേ ശരീരത്തിനകത്ത് ഓരോന്ന് കാണിച്ചു വെച്ചുകൊണ്ട് നടന്നത്. കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചു. പ്രിയപ്പെട്ടവരെ നോക്കൂ, പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് റെനൈ മെഡിസിറ്റിയിലേക്ക് വിളിക്കേണ്ടി വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജാസി തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരം. അതെന്തുകൊണ്ടാണ്? അവർ പറയുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാതെ വരികയും അവർ മാനിപ്പുലേറ്റ് ചെയ്ത ഒരുപാട് സ്റ്റോറികൾ സൃഷ്ടിക്കുകയും അത് നമ്മളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ വളരെ അരോചകമായി നമുക്ക് തോന്നുകയും അതിനെ നമുക്ക് പ്രതികരിക്കാൻ തോന്നുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളർന്ന് പൊന്തി. സത്യം, ആളുകൾ പിന്നെ പ്രതികരിക്കൂലേ? ഒരാണായിട്ടുള്ള നീ ഒരു പെണ്ണിൻ്റെ രൂപവും കെട്ടി വന്നിട്ട് നീ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചു ജാസി. അതുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കും. ഈ സ്ത്രീകൾ ആക്ഷേപിക്കും കണക്ക് നീ എന്തെല്ലാം കോലങ്ങളാണ് കാണിച്ചത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വളഞ്ഞു കൂടി നിൽക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ജാസിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചെയ്ത വീഡിയോകളിലൊക്കെ ഒരു 10% വരുന്ന ആളുകൾ കമന്റ് ചെയ്ത് കണ്ടു, നിങ്ങൾ എന്തിനാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത്? അവരുടെ വ്യക്തി ജീവിതമല്ലേ അത്? നിങ്ങൾക്ക് അവരെ വെച്ച് റീച്ച് കൂട്ടാനാണോ നിങ്ങളുടെ പരിപാടി? അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ,
എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് വരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരുടെ വ്യക്തിപരമായ ജീവിതം അവർ തുറന്നു കാട്ടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അതും വളരെ പബ്ലിക്കായിട്ട് തന്നെയല്ലേ അവർ പറയുന്നത്. അപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള സോഷ്യൽ കമ്മിറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യും. യാതൊരു തർക്കവും ഇതിനകത്തില്ല. സോഷ്യൽ മീഡിയ തുറന്നു പറയണ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് അത് എന്തായാലും തുറന്നു പറയുക തന്നെ വേണം. പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോ കാണുന്ന നമ്മളെ എല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സത്യം അതാണ്. ഞാൻ ഇന്ന് റെനെ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. എൻ്റെ പേര് ബൈജു എന്നാണേ. മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്നൊരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്? ഓപ്പറേഷൻ ആയിരുന്നു എന്താന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഡീറ്റെയിൽസ്, സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നതെന്നുള്ള. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? ഇല്ല, ബോട്ടം സർജറി ഇവിടെ ഇല്ല കേട്ടോ സാർ. ഞാൻ ഈ വിളിച്ച സ്റ്റാഫ് ബോട്ടം സർജറി ഇല്ലെന്നാണ് പറയണത്. പിന്നെ എന്താണ് ഇവൻ പോയി സർജറി ചെയ്തത്? ബോട്ടം സർജറിയെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ജാസിയായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ കൃത്യമായി അവർ എനിക്ക് മറുപടി തരികയാണ്, ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്ന്. അപ്പം അങ്ങോട്ട് ഈ ബോട്ടം സർജറിയുടെ കാര്യം ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് തന്നെ ഈ ജാസിയുടെ പേര് പറഞ്ഞപ്പോഴേ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനത്തെ ഒരു സർജറി ഇവിടെ ഇല്ല എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയം ജാസിയുടെ കുറിച്ചാണ്. ഇനി ജാസി വന്ന് അടുത്ത വീഡിയോ ഇടുന്നത് എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബോട്ടം സർജറിയാണ് കഴിഞ്ഞതെന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന സർജറിയാണ് കഴിഞ്ഞതെന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ ഗർഭമാണ് നടക്കുന്നതെന്ന്. ഇതൊക്കെ വേണമെങ്കിൽ ജാസി വന്ന് പറയും. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജാസി ഓരോ മൊമെൻറ്റിലും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ അവനെ വിശ്വസിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് അവൻ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തായാലും ബോട്ടം സർജറി ജാസി ചെയ്തിട്ടില്ല. ജാസി ചെയ്തത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഒഴിവാക്കാം. അതൊരിക്കലും ജാസി പറഞ്ഞ പൂർണ്ണമായൊരു സ്ത്രീയിലേക്കുള്ള മാറ്റമല്ല. ഒന്ന്, ജാസി എന്ന് പറയുന്ന പുരുഷന് ഗർഭപാത്രം ഇല്ല. 2, വജൈനൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും ജാസി എടുത്തിട്ടില്ല. 3, ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് ജാസി ചെയ്തിരിക്കുന്നത്. ഒരു ആണിന് എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രം വരണത്? പിന്നെ എന്തുകൊണ്ടാണ് ജാസി ഇങ്ങനെ ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാസി ഇങ്ങനെ നടക്കുന്നത്? ഈ തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ടേ ഇതിങ്ങനെ ഈ ആൾമാറാട്ടം എന്ന് വേണം പറയാൻ. അതിന് ജാസിയുടെ പേരിൽ കേസ് എടുക്കുക തന്നെ വേണം. അതിനൊത്തൊരു ആശയും കൂടെ കുന്തളിച്ചുകൊണ്ട് അവന് വല്ല ഞണ്ണണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ആ ഒരു ചിന്തയുടെ പുറത്ത് അവൻ്റെ വീട്ടുകാരെയും കളഞ്ഞിട്ട് അവൻ വന്ന് കിടക്കണം. അവൻ അനുഭവിക്കാൻ. ആഷിക്ക് യഥാർത്ഥത്തിൽ സ്ത്രീകളോടാണ് താല്പര്യം. പലരും മറന്ന് കമന്റ് ഉണ്ട്, അവൻ ആൺകുട്ടിയാണ്, അവന് പെമ്പിള്ളേരോടായിരിക്കും ഇഷ്ടം കൂടുതൽ തോന്നുന്നത്, ഉറപ്പായിട്ടും ഇട്ടിട്ട് പോ. എനിക്കിഷ്ടം പെമ്പിള്ളേരോട് എനിക്കിഷ്ടം പെമ്പുള്ളരോടാണ്. ആഷി പറയുന്ന കാര്യം ആഷിക്ക് ഇഷ്ടം പെമ്പുള്ളരോടാണ്. അല്ലാതെ ഈ പെൺവേഷം കെട്ടി നടക്കുന്ന ഈ ജാസി എന്ന് പറഞ്ഞ് പേര് വിട്ട് ജാസിൽ മുഹമ്മദ് എന്നാകട്ടേന് പേര്, ആ പെൺവേഷം കെട്ടി നടക്കുകയാണ്. ഈ യവനോട് എങ്ങനെ ഇവന് താല്പര്യം ഉണ്ടാവും? യഥാർത്ഥത്തിൽ ഈ ജാസി എന്നിപ്പോൾ വിളിക്കുന്ന അമ്മൻ ട്രാൻസ്ജെൻഡറാണ്. പക്ഷേ ആഷി അങ്ങനെ അല്ല. ആഷി പെട്ടുപോയതാണ്. അങ്ങനെയോ കണ്ട് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് വന്നതിന് ശേഷം ഈ ജാസി ആഷിയെ മയക്കിയെടുത്തിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വാന്നാണ് പറയുന്നത്. പിന്നെന്താ, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞ് എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു അക്കൗണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിനു കൊണ്ട് നിൽക്കുന്നത്. എല്ലാ വീഡിയോസും കണ്ട ഗൈസിന് അറിയാം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസ്. ഇതാണ് കാര്യം. ഈ ആഷിയ ജാസി ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ഇവർ പരിചയപ്പെട്ടു. അവസാനം ഈ ആഷിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ്, പക്ഷേ ഇവൻ വിടൂല. ഇതാണ് അവിടുത്തെ സത്യാവസ്ഥ. ഇവൻ വിടൂല, ആഷിയുടെ വീട്ടിലോട്ട് വിടൂല, വീട്ടുകാരുമായിട്ട് സംസാരിക്കാൻ പറ്റൂല, പെട്ടുപോയി. ഇവൻ ഭയങ്കര ഉപദ്രവമായിരുന്നു ഈ ജാസി എന്ന് പറയുന്ന സാധനം. ശരിക്കും ഈ ആഷിക്ക് സ്ത്രീകളോട് ഭയങ്കര ഇഷ്ടമാണ്. അവൻ കല്യാണം കഴിക്കാനിരുന്നതാണ്. അപ്പോഴാണ് ഈ സാധനത്തിന് വന്ന് കണ്ട് അതിലങ്ങ് വീണുപോയി. തീർച്ചയായിട്ടും ഉമ്മാന്റെ മനസ്സറിഞ്ഞ സോറി പറയാണ്. എന്നെ ഒഴിവാക്കി ആഷി വീട്ടിൽ പോയ ആഷിനെ സ്വീകരിക്കും ഉമ്മക്ക് നല്ലൊരു മര്യാദ തന്നെ ആയിരിക്കും. ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല.
എൻ്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയണം നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയരുന്നു എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മയ്യത്ത് പോലും നോക്കാൻ വരരുത്. ഇപ്പം ഇല്ലാത്ത അപ്പം എന്തിനാണ്? ഈ ജാസി പറഞ്ഞത് ഈ ഉമ്മ സ്വീകരിക്കുമെങ്കിൽ പോകൂന്ന്. ഇടടാ നിന്നെ എന്തേരി പറഞ്ഞിട്ടടാ നിന്നെ എന്തേരി കണ്ടിട്ട് സ്വീകരിക്കണത്? നീ ഒരു പെണ്ണാണാ, അവരങ്ങനെയുള്ള ഒരു പെൺകുട്ടിയല്ലേ അവരെ ആഗ്രഹിക്കുന്നത് ആ ഉമ്മ. അപ്പം നിനക്ക് പറ്റോടാ അങ്ങനെ കഴിയാൻ? നീ അവനെ ഇല്ല കെട്ടിയിട്ട് പിടിച്ച് വെച്ചേക്കും കണക്കാണ് നീ വെച്ചിരിക്കണത്. അവന് കുറച്ച് ഡ്രസ്സും വാങ്ങിച്ചു കൊടുത്ത് ഇച്ചിരി നല്ല ഫുഡും വാങ്ങിച്ചു കൊടുത്ത് നിന്റെ വാലാട്ടിയായിട്ട് അവനെ ഇട്ടിരിക്കണം. അപ്പം ആ ഉമ്മാരെ കണ്ണുനീര് അവർ കരയുന്നുണ്ട്. ഇപ്പൊ വരട്ടവനെ എല്ലാം സമാധാനമൊക്കെ തരട്ടെ. എനിക്ക് ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവൻ ഒറ്റക്കൊരു ഇന്റർവ്യൂവിന് വരുന്നത്. പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പം പ്രണയിച്ച് കൈ മുറിച്ച് കാല് മുറിച്ച് എന്നൊക്കെ പറഞ്ഞത് വെറുതെ. ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ, ഒരിക്കലും ഞാൻ സമ്മതിക്കും. സത്യം, ആണും പെണ്ണും കെട്ടവനാണ് എന്ന് തന്നെ അമ്മ പറഞ്ഞത്. പരസ്യമായിട്ട് തന്നെ അമ്മ വിളിച്ച് പറയുന്നത്. അവർ കരയുന്നുണ്ട്. രാത്രി 12-1 മണിക്കൊക്കെ കയറി വരിക. അങ്ങനെ ഫോൺ നോണ്ടി കിടന്നിട്ട് അങ്ങനെ ഉറങ്ങും. ചിലപ്പോൾ ഫോൺ നോണ്ടി കിടന്നിട്ട് ചിലപ്പോൾ ഫോൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അത് എടുത്ത് നോക്കിയാലാണ് ഇവൻ്റെ മെസ്സേജുകൾ ഇങ്ങനെ കിടക്കേണ്ടത്. നീ അവിടുന്ന് ഉമ്മ തന്നാൽ ഒന്നും കഴിക്കരുത്. ആ ഉമ്മ തന്നാൽ ഒന്നും കഴിക്കരുത്. ജാസി പറഞ്ഞു കൊടുക്കണതാണ് ആഷിയുടെ അടുത്ത്. ആഷി വീട്ടിലോട്ട് വരുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. ഉമ്മ തന്നാൽ ഒന്നും കഴിക്കരുത്, അതിൽ മരുന്നിട്ട് തരും. എന്തൊരു മരുന്നാണ് ആവോ വിഷോ? ജാസി ഇവനെക്കാട്ടി മൂത്തതാണ്. 35-36 വയസ്സായി. മോൻ എത്ര വയസ്സുണ്ട്? 29 വയസ്സ്. ഫസ്റ്റ് വന്നപ്പോ ഒരു പൂജ നടത്തിയിട്ടുണ്ട്. പൂജയോ? ഹിന്ദുക്കളുടെ ആചാരത്തില് അമ്പലത്തിൽ പോയിട്ട് ചെയ്ത് സാത്തനെ കുടി വെക്കുക. ഒരു ഇരുട്ടത്ത് കത്തി ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ആയിരിക്കും. അതാണ് അവൻ അതിൽ പെട്ട് കിടക്കുന്നത്. ജാസി ഭയങ്കര കൂടോത്രം എന്നാണ് പറയണത്. പോയി ഈ അമ്പലത്തിലും എവിടെയും കണ്ടെയൊക്കെ പോയി പൂജകളൊക്കെ ചെയ്ത് ഇവന് മന്ത്രമൊക്കെ ഇട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് പറയണത്. ജാസിക്ക് 36 വയസ്സും ആഷിക്ക് 29 വയസ്സേ ആയുള്ളൂ. നല്ലൊരു പയ്യനായിരുന്നു. അമ്മക്ക് ഇന്നും വിഷമമാണ്. വാപ്പാരെ മരണത്തിന് പോലും വാപ്പ മരിച്ചിട്ട് പോലും വന്നില്ല, ഇവൻ വിട്ടില്ല. ഇവരെ കമ്മ്യൂണിറ്റിയിലുള്ള 1-2 പേരൊക്കെ വന്ന് ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. ജാസി ഇതുപോലെ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്തൊക്കെയോ വെച്ച് കെട്ടിയിട്ട് വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയ വഴി സ്ത്രീകളെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ജാസിയെ പോലെ വേറെ ആരും ഇതുപോലെയുള്ളൊരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ പോലും വന്ന് ഇതുപോലെ മോശമായിട്ടുള്ള രീതിക്ക് സംസാരിച്ചിട്ടില്ല. ഈ ജാസി എന്ന് പറയുന്ന യവനല്ലാതെ. ഇവനിപ്പോൾ സർജറി ചെയ്ത് കിടക്കുന്നുണ്ടല്ലോ. എന്തിൻ്റെ സർജറിയാണോ അവിടെ ചെറുപ്പ. ഇപ്പം വന്ന് ആശി വാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. വാരിക്കൊടുത്ത് വെള്ളം അങ്ങോട്ട് ഇറക്ക്, വായിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, തടവുന്നുണ്ട്, മുത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പറയും ഞാൻ പെണ്ണായി കഴിഞ്ഞു, ഇനി എന്നെ ആരും ഒന്നും പറയരുത്, ഞാൻ പൂർണ്ണമായിട്ടും പെണ്ണായി കഴിഞ്ഞു എന്നൊക്കെ വന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ തള്ളും. എടാ ചെറുക്ക, നിനക്ക് വേണമെങ്കിൽ നിൻ്റെ ജീവനും കൊണ്ട് ഓടിക്കോ. നിൻ്റെ വീട്ടിൽ ആ പാവം ഉമ്മ അവർ മരിക്കണതിന് മുമ്പ് അവർക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. സന്തോഷമായിട്ട് പോയി അവർക്കൊപ്പം നില്ല്. ഈ യവനെയും കളഞ്ഞിട്ട് അല്ലെങ്കിൽ യവൻ നിന്നെ ശരിയാക്കും. ഇനി നിന്നെ അല്ലെങ്കിൽ ഒരിക്കലും നിന്നെ വിടൂല. അതുകൊണ്ട് നിൻ്റെ ജീവന് കൊതിയുണ്ടെങ്കിൽ നീ പൊയ്ക്കോ നിൻ്റെ ഉമ്മാരെടുത്ത്. നീ എന്തെല്ലാം കാണാൻ കിടക്കണം.